അതുപോലെ തന്നെ ബാബർ സ്റ്റേഡിയം, കൊരട്ടിപ്പാലത്തിന്റെ ആ ഭാഗം തൊട്ട് 2 കിലോമീറ്ററോളം വളരെയധികം എരുമേലി അമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ പോലീസ്, മറ്റേ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം, റവന്യൂ വകുപ്പ് വളരെ ഊർജിതമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിശ്വാസം. ഇപ്പൊ നമ്മൾ എരുമേലിയിൽ നിന്ന് നമ്മൾ കായർപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. ദേവി അവിടെ ഇതിലേക്ക് ആരും വരാതിരിക്കുക. കാരണം ഇവിടെ മൊത്തം വെള്ളത്തിലാണ് ചുറ്റപ്പെട്ട് കിടക്കുക. വെള്ളത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നടന്നു പോകുന്നത് റിസ്ക് ആണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നടന്നു പോകുന്നത്. ദേവി ഇങ്ങോട്ടൊക്കെ ആരും വരാതിരിക്കുക. കാരണം ഇതുപോലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ മുങ്ങിപ്പോകും. കാരണം വാഹനമൊന്നും ഇപ്പം നേരെ ഇത് കടത്തി വിടുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കടകളും കാര്യങ്ങളും എല്ലാം ഇതുപോലൊരു വെള്ളപ്പൊക്കം നമ്മൾ നിലവിലും കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് ശരിക്കും മുട്ടറ്റം വെള്ളം ഇത്. ഈ വെള്ളത്തിലൂടെ ഞാൻ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും വെള്ളത്തിലൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരും തന്നെ ഇതിൽ പോകുന്നില്ല. നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വെള്ളത്തിലൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നല്ലോണം വെള്ളമുണ്ട്. മുട്ടറ്റം വെള്ളമാണ് ഇപ്പോൾ നിലവിൽ. വീടും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് കൊരട്ടി. അതായത് എരുമേലിൽ നിന്ന് കായർപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കൊരട്ടി പാലത്തിന് എത്തുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടുകളും കാര്യങ്ങളും, ഇവിടെ ഒരു മില്ലുണ്ട്. ആ മില്ലും കാര്യങ്ങളും എല്ലാം അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. വെള്ളത്തിലൂടെ ചേട്ടൻ നടന്നു വരുന്നുണ്ട് കേട്ടോ, അക്കരെ സൈഡിൽ നിന്ന്. വെള്ളത്തിലൂടെ നടന്നുകൊണ്ടൊക്കെയാണ് ഫോൺ ചെയ്തേ. വിളിക്കുക. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ പോയോ? നിൽക്കുന്നുണ്ടല്ലേ, അങ്ങോട്ടല്ലേ? എന്നാണ് ഇവിടെ ഫയർഫോഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കായർപ്പള്ളി ഫയർഫോഴ്സിൽ നിന്ന് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അല്ല സാറേ, കാറ് മുങ്ങിയിട്ടുള്ളതാണ്. ഒരു ഇൻഡിക്ക, ഇത് നമ്മുടെ എർട്ടിക്ക. ആളുണ്ടോ അതിനകത്ത്? ഓ, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാനിപ്പോ അതിലേ നടന്നു വന്നേ. അത് മുട്ടറ്റം വെള്ളമുള്ളൂ. അത് ഇവിടെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇതാണ് കാറെങ്കിലേ. ഞാനിതല്ലേ ഇപ്പൊ നടന്നു വന്നേ. ഇത് ആ കിടക്കുന്ന കാറാണോ?
അത് വെള്ളം മുട്ടന്റെ വെള്ളമല്ലേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ വഴിയിൽ.